തലശ്ശേരി അതിരൂപതയിലുള്ള ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫൊറോന പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് സ്കൂളിൽ വെച്ച് നടന്ന ഇരിക്കൂർ റവന്യൂ ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ഏതാനും വിദ്യാർത്ഥികൾ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് പള്ളിയിലെത്തി തങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടു. അപ്പോൾ അവിടുത്തെ വികാരി അവരോട് തൊട്ടടുത്ത് തന്നെ 2 മുസ്ലിം പള്ളികൾ ഉണ്ട് എന്നും അവിടെ പോയി അവർക്ക് അവിടെ സൗകര്യപൂർവ്വം നിസ്കരിക്കാമല്ലോ എന്നും പറഞ്ഞ് ക്രൈസ്തവ ദേവാലയത്തിലും പരിസരത്തും നിസ്കരിക്കാനുള്ള അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഒരു അധ്യാപകനും കുട്ടികളും തൊട്ടടുത്തുള്ള ക്രൈസ്തവ സന്യാസിനികൾ താമസിക്കുന്ന മഠത്തിലെത്തുകയും മഠത്തിൻ്റെ കോമ്പൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് അനുവാദം ചോദിക്കുകയും അതിന് അനുമതി നൽകിയതിനെ തുടർന്ന് നിസ്കരിക്കാനുള്ള അനുമതി കൂടി ആവശ്യപ്പെടുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ക്രൈസ്തവ സന്യാസിനികൾ മാത്രം താമസിക്കുന്ന മഠത്തിൽ നിസ്കരിക്കാൻ സ്ഥലം നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ സന്യാസിനികൾക്ക് നേരെ അവർ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും മടങ്ങിപ്പോകാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ആ സാഹചര്യത്തിൽ മഠം അധികാരികൾ പോലീസുമായി ബന്ധപ്പെടുകയും പോലീസ് സംഘം അവിടെ എത്തി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരെ നിർബന്ധമായി പിരിച്ചുവിടുകയും ചെയ്തു. പോലീസിൻ്റെ നിർബന്ധപ്രകാരം മടങ്ങിപ്പോകുമ്പോൾ അവർ മഠത്തിലുള്ളവരെ അധിക്ഷേപിക്കുകയും അവരെ നോക്കി വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംഭവങ്ങൾക്ക് ശേഷം ഇന്നലെ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ വരുന്ന വൈദികന് ധരിക്കാനായി കുമ്പസാരക്കൂടിൽ സ്ഥിരമായി വെക്കാറുള്ള വിശുദ്ധ ഊറാറ പള്ളി കോമ്പൗണ്ടിൽ തന്നെയുള്ള പുരുഷന്മാരുടെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിനുള്ളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും സത്യം കണ്ടെത്തേണ്ടതും പോലീസും സർക്കാർ സംവിധാനങ്ങളുമാണ്. തൊട്ടടുത്ത് 2 മുസ്ലിം പള്ളികൾ ഉള്ളപ്പോൾ ക്രൈസ്തവ ദേവാലയത്തിലും മഠത്തിലും നിസ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശശുദ്ധിയും ലക്ഷ്യവും സംശയാസ്പദമായിരിക്കെ ആണ് അതിലും വളരെയേറെ ഗൗരവമേറിയതും തികച്ചും അപലപനീയവും അങ്ങേയറ്റം പ്രകോപനപരവുമാണ് വിശുദ്ധ ഊറാറ എടുത്തുകൊണ്ടുപോയി ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിൽ നിക്ഷേപിച്ച പ്രവൃത്തി. ക്രൈസ്തവർ അതിവിശുദ്ധമായി കാണുന്ന വൈദികരുടെ തിരുവസ്ത്രത്തിലെ പ്രധാനപ്പെട്ട വിശുദ്ധ ഊറാറയെ അവഹേളിച്ചത് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന വൈദികനെയും ക്രിസ്തുവിനെ തന്നെയും അധിക്ഷേപിച്ചതിന് തുല്യമാണ്. മതവിദ്വേഷം ഉണ്ടാക്കാനും മതചിഹ്നങ്ങളെ അവഹേളിക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ പല തവണ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ശാസ്ത്രീയവും പഴുതുകൾ അടച്ചതുമായ ഗൗരവമായ പോലീസ് അന്വേഷണം അടിയന്തരമായി നടത്തേണ്ടതാണ്. മതസൗഹാർദ്ദവും സമാധാനവും നശിപ്പിക്കാൻ ഇത്തരം ശ്രമങ്ങൾ നടത്തിയത് അത് ആരായാലും അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും ഉള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. സമാധാനപൂർണമായ ക്രൈസ്തവ അന്തരീക്ഷങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരുത്തേണ്ടതും വിശുദ്ധ ഊറാറയെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്.